ഹായ് കൂട്ടുകാരെ, പൊതിച്ചോറ്. ഇന്നത്തെ പൊതിയിൽ എന്തെല്ലാം കറികളുണ്ടെന്ന് നോക്കിയാലോ. ആദ്യം വെക്കുന്നത് കൂമ്പ് തോരനാണ്. സാധാ രീതിയിൽ വെച്ചതല്ല, ഇറച്ചിക്കൂഞ്ഞ് വെക്കുന്ന രീതിയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നലെ വൈകിട്ട് ചിക്കൻ മേടിച്ചു, അതിൻ്റെ കറിയും പൊതിയിൽ വെക്കുന്നുണ്ട്. അതോടൊപ്പം സ്പെഷ്യലായിട്ടൊരു സാധനവും കിട്ടി, അരിക്കൂണ്. ഇപ്പോൾ എല്ലാവരും പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം, അരിക്കൂൺ ഉണ്ടാകുന്ന സീസണാണ്. അത് തീയൽ വെച്ച്, തീയലിൻ്റെ വീഡിയോ ഇതിനോടൊപ്പം ഉണ്ട്, അതും എല്ലാവരും ഒന്ന് കാണണം, നല്ല ടേസ്റ്റാണ്. ഇന്ന് ചമ്മന്തിയില്ല, പുഴിക്കറിയാണ്, രസമാണ്, കൂടെ നാരങ്ങ അച്ചാറും. ഇത്രയുമാണ് പൊതിയിലെ കറികൾ. അപ്പോൾ ഇതിനോടൊപ്പം തീയലിൻ്റെ വീഡിയോയും ഉണ്ട്, അത് തീർച്ചയായും എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും കൂടെ വേണം. ഓക്കെ. നമുക്കിന്നലെ നമ്മുടെ പറമ്പിൽ ഇന്നലെ വൈകിട്ട് കിട്ടിയതാണ് അരിക്കുമ്പിൾ. ഇതിനെ അരിക്കുമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലായിടവും ഇതിങ്ങനെയാണോ അറിയത്തില്ല. അപ്പോൾ ഇത് നല്ല പറിച്ചെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഒത്തിരി ഉണ്ടായിരുന്നു. അതെല്ലാം ഇത് നമ്മളൊന്ന് പറിച്ചെടുത്ത് കഴുകി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. എന്നിട്ട് രാവിലെ അത് തീയൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നൊക്കെ തോരൻ വെച്ചല്ലോ, അതുകൊണ്ട് തീയൽ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ തേങ്ങയെല്ലാം കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്ത് നല്ല മൂത്തപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ആ പൊടിയുടെ അന്നേരം നല്ലവണ്ണം ഫ്ലെയിം കുറച്ച് വെച്ചു. എന്നിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് ഞാൻ മിക്സിയിൽ അരച്ചു മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് കടുകും ഇട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടു. അതിനുശേഷം ഞാൻ കൊച്ചുള്ളിയാണ് തീയലിന് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൊച്ചുള്ളി ആവശ്യത്തിന് എടുത്ത് അരിഞ്ഞിട്ട് ഒരു 3-4 പച്ചമുളകിന് നല്ല എരി ഉണ്ടായതുകൊണ്ട് 3-4 എടുത്തുള്ളൂ. അതുകൂടെ അരിഞ്ഞ് നന്നായി വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കുമ്പിളൂടെ ചേർത്ത് കൊടുത്തു. അരിക്കുമ്പിളായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അത് നന്നായിട്ട് കഴുകി വെച്ചിരുന്നു, അതുപോലെയായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതിൽ നിന്നൊന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചു, വേവിച്ചു. കണ്ടോ, നമ്മുടെ കുമ്പിളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. അരപ്പിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങ വറുത്തരച്ച അരപ്പ് അതിലേക്ക് ചേർത്തു. എന്നിട്ട് ആ ജാറിൽ ആവശ്യം വെള്ളമൊഴിച്ച് എല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു. ഈ സമയം നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് തക്കാളിപ്പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അത് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാഞ്ഞത്. അപ്പോൾ അതാണ്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഇതാണ്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ കുമിൾ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇത് കിട്ടുമ്പോൾ തീർച്ചയായും ഒന്ന് വെച്ച് നോക്കുക കേട്ടോ.